Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Golden Diamonds, now in Perumba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കരിവള്ളൂർ കൂക്കാനത്ത് യുവാവ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. അക്രമം നടത്തിയ കരിവള്ളൂർ പെരളം സ്വാമിമുക്ക് വരീക്കരയിലെ CV സനൽകുമാറിനും ഗുരുതര പൊള്ളലേറ്റു. ഇയാൾക്കെതിരെ പയ്യന്നൂർ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കരിവള്ളൂർ കൂക്കാനത്ത് യുവാവ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. യുവാവിനും ഗുരുതരമായി പൊള്ളലേറ്റു. യുവാവിനെതിരെ പയ്യന്നൂർ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കരിവള്ളൂർ പെരളം സ്വാമിമുക്ക് വരീക്കരയിലെ CV സനൽകുമാറിനെതിരെയാണ് ഭാര്യ പിതാവ് VV പ്രഭാകരന്റെ പരാതിയിൽ കേസെടുത്തത്. തീ കൊളുത്തുന്നതിനിടെ ഗുരുതരമായി പൊള്ളലേറ്റ സനൽകുമാറിനെയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 10 മണിയോടെ കരിവള്ളൂർ കൂക്കാനം മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപമുള്ള വലിയ വളപ്പിൽ ഹൌസിലാണ് സംഭവം. സനൽകുമാറിന്റെ ഭാര്യ P പ്രജിഷ, അമ്മ P പത്മിനി എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഭർത്താവിനെതിരെ പ്രജിഷ വിവാഹമോചനത്തിന് കേസ് കൊടുത്തതാണ് ആക്രമണത്തിന് കാരണം. രാത്രി ഓട്ടോറിക്ഷയിൽ പെട്രോൾ ക്യാനുമായി എത്തിയ സനൽകുമാർ ഇവരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ശബ്ദം കേട്ട് അയൽവാസിയായ അധ്യാപിക നോക്കുമ്പോൾ സനൽകുമാറിന്റെ ദേഹത്ത് തീ പടരുന്നതാണ് കണ്ടത്. തുടർന്ന് നാട്ടുകാരെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ സുരേഷ് കൂക്കാനം എന്ന വ്യക്തിക്കും പരിക്കേറ്റു. ഇന്നലെ ഒച്ചപ്പാടും ബഹളം കേട്ടിട്ട് ഞാനും ഓള് തന്നെ അവിടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓടിയിട്ട് വന്നേ. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ അടുക്കള ഭാഗത്ത് ഫുള്ള് തീയാണ്ടായി. ഞാനും പ്രവാസനും കൂടിയിട്ട് ഓളും കൂടിയിട്ട് എല്ലാം തീയെല്ലാം കെട്ടി. ആദ്യമൊന്നും മനസ്സിലായിട്ട് ആകെ ഒരു വിറയലുണ്ടായി തീയും ഇതെല്ലാം കാണുമ്പോൾ. എന്നിട്ട് ഇവനിട്ട് നേരെ ഇങ്ങോട്ട് ഓടി. ഈ പെണ്ണിൻ്റെ ഭർത്താവ് കടന്ന് പെട്രോളും കൊണ്ട് ഇവരുടെ മേക്കും പെട്രോൾ വെച്ച് തീ കൊളുത്തിട്ട് അങ്ങനെ സംഭവിച്ചിനി. ഗുരുതരമായി പൊള്ളലേറ്റ പ്രജിഷയെയും പത്മിനിയെയും പയ്യന്നൂരിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസും നാട്ടുകാരും ചേർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സനൽകുമാറിന്റെ നിലയും ഗുരുതരമായി തുടരുകയാണ്. തീ കത്തുന്ന കണ്ടിട്ടാകുമ്പോൾ ഞാനും എൻ്റെ മോനും പുറത്തേക്ക് കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ വിളി കേട്ടിനി വീരം. അപ്പോൾ വിളി കേട്ടാൽ നമ്മുടെ വന്ന് നിൽക്കുമ്പോൾ കിടന്ന് തീ കത്തുന്നുണ്ടായിനി. അവിടെ എൻ്റെ മോൻ പാട്ടയും വെള്ളം എടുത്തിട്ട് ഒഴിച്ചു. അങ്ങോട്ട് പാഞ്ഞു, കുഞ്ഞങ്ങോട്ട് പാഞ്ഞു ഓടി. അപ്പോൾ ഇവൻ പറഞ്ഞത് സല്ലേട്ടനാന്നമ്മയെ പറഞ്ഞു. അന്നപാട് അവൻ അങ്ങോട്ട് പോയി. അവിടെ പോകുമ്പോൾ കാട ഫുള്ള് കത്തിയിട്ട് എല്ലാം ഇതായിട്ടുണ്ടായി. അവിടെ നാട് ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ഞാൻ ആളെ ഊക്കി വിളിച്ചു. ആൾക്കാർ വന്നു, പൈപ്പും വെള്ളം അടിച്ചിട്ട് വന്നു. ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓണാഘോഷത്തോടനുബന്ധിച്ച് പയ്യന്നൂർ നഗരത്തിലുണ്ടാകുന്ന കനത്ത തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കുന്നതിനായി അധികൃതർ കർശന ട്രാഫിക് പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും അധികൃതർ. ഓണാഘോഷത്തോടനുബന്ധിച്ച് പയ്യന്നൂർ നഗരത്തിലുണ്ടാകുന്ന കനത്ത തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കുന്നതിനായി അധികൃതർ കർശന ട്രാഫിക് പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഷോപ്പിംഗ് തിരക്ക് കണക്കിലെടുത്ത് നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് വലിയ ഭാരവാഹനങ്ങൾക്കും ചരക്ക് വാഹനങ്ങൾക്കും പ്രവേശനം നിരോധിച്ചു. പ്രധാന റോഡുകൾ, കവലകൾ, തിരക്കേറിയ വ്യാപാര വീഥികൾ, ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായും വിലക്കി. നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ ടോവിംഗ് വാൻ ഉപയോഗിച്ച് നീക്കം ചെയ്യും. തിരക്ക് ഒഴിവാക്കുന്നതിനായി ചില ഇടുങ്ങിയ റോഡുകളിലും മാർക്കറ്റ് വഴികളിലും ഗതാഗതം വൺവേയാക്കി പുനഃക്രമീകരിച്ചു. ചെറുവാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും നഗരമധ്യത്തിനു സമീപമുള്ള പ്രധാന ഗ്രൗണ്ടുകൾ, മുനിസിപ്പൽ സ്ഥലങ്ങൾ, സ്കൂൾ മൈതാനങ്ങൾ എന്നിവ പ്രത്യേകം പാർക്കിംഗ് കേന്ദ്രങ്ങളാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച സ്റ്റാൻഡുകളിൽ മാത്രമേ ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിർത്തിയിടാൻ പാടുള്ളൂ.
റോഡരികിലെ അനധികൃത കാത്തുനിൽപ്പ് അനുവദിക്കുകയില്ല. KSRTC സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും നിശ്ചിത ബസ് ബേകളിൽ മാത്രമായിരിക്കണം. റോഡിന് നടുവിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് കുറ്റകരമാണ്. നഗരത്തിലെ പ്രധാന കവലകളിൽ ട്രാഫിക് പോലീസിനെയും വാർഡന്മാരെയും സ്പെഷ്യൽ സ്ക്വാഡിനെയും കൂടുതൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ചുള്ള ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ പാലാവയൽ ടൗണിന് സമീപം പുഴയോരത്ത് തിങ്കളാഴ്ച കാട്ടാന ഇറങ്ങി. കർണാടക വനത്തിൽ നിന്ന് വന്ന ആന പുഴ കടന്ന് ടൗണിലേക്കുള്ള പാലം കടക്കാൻ ശ്രമിക്കവേ നാട്ടുകാർ ശബ്ദമുണ്ടാക്കി ആനയെ തിരിച്ചോടിക്കുകയായിരുന്നു. അരമണിക്കൂറിലേറെ സമയം ആന പാലത്തിന് സമീപമുണ്ടായത് ടൗണിൽ എത്തിയവരിൽ പരിഭ്രാന്തിക്കിടയാക്കി. തിങ്കളാഴ്ച രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. മലയോര പഞ്ചായത്തായ ഈസ്റ്റേളേരിയിൽ ദിവസങ്ങളായി എത്തുന്ന കാട്ടാന രാത്രികാലങ്ങളിൽ വ്യാപകമായി തെങ്ങ്, കപ്പ, വാഴ തുടങ്ങിയവ നശിപ്പിക്കുകയുണ്ടായി. മഴ ശക്തമായി കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള ഫെൻസിംഗ് താറുമാറായതോടെയാണ് ആന വരാൻ തുടങ്ങിയത്. ആനയെത്തിയ പുളിങ്ങോം പാലാവയൽ പാലം പ്രദേശത്തേക്ക് വനാതിർത്തിയിൽ നിന്ന് കേവലം 500 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. സംഭവം അറിഞ്ഞ തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ പാലാവയലിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിന് ഇങ്ങ് ചെറുതാഴത്ത് നിന്നൊരു ശില്പം സമ്മാനം. പ്രശസ്ത ശില്പിയായ പ്രശാന്ത് ചെറുതാഴമാണ് മോഹൻലാലിന് നൽകുന്നതിനായി മനോഹരമായ ഒരു മോഹിനി ശില്പമൊരുക്കിയത്. മോഹൻലാലിന് അത് കൈമാറുകയും അദ്ദേഹത്തിൽ നിന്ന് വാനോളം അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. ലളിതമായ ഒരു തടിക്കഷ്ണത്തിലേക്ക് കലാകാരന്റെ വിരലുകൾ തൊട്ടപ്പോൾ പിറന്നത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന അതിമനോഹരമായൊരു മോഹിനി രൂപം. ചെറുതാഴം സ്വദേശിയായ കലാകാരൻ പ്രശാന്ത് ചെറുതാഴം നിർമ്മിച്ച ഈ അത്യപൂർവ ശില്പം ചെന്നെത്തിയത് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ കൈകളിലേക്കാണ്. തേക്കിന്റെ ഉറപ്പുള്ള തടിയിൽ കൊത്തിയെടുത്ത മോഹിനി ശില്പം നേരിൽ കണ്ട ലാലേട്ടൻ ശില്പിയുടെ നൈപുണ്യത്തെയും സർഗാത്മകതയെയും വാനോളം പുകഴ്ത്തി. താങ്ക് യു പ്രശാന്ത്, ഇത്ര മനോഹരമായ അതിമനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കി എനിക്ക് തന്നതിന്. ഇതിൻ്റെ പുറകിലൊരു അധ്വാനം, അതിൻ്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ നോക്കി നിന്നാലേ മനസ്സിലാവുള്ളൂ. അതിഗംഭീരം, അതിമനോഹരം. താങ്ക് യു. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും കൃത്യതയുള്ള ആസൂത്രണത്തിന്റെയും ഫലമാണ് പ്രശാന്തിന്റെ ഈ കലാസൃഷ്ടി. മികച്ച തേക്കിൻ തടി തിരഞ്ഞെടുത്ത് അതിൽ ഭാവവും ലയവും ചലനവും കൃത്യമായി ആവാഹിച്ചെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. മോഹിനിയുടെ നൃത്തഭാവങ്ങളും വസ്ത്രധാരണത്തിലെ മടക്കുകളും ആഭരണങ്ങളുടെ സൂക്ഷ്മമായ കൊത്തുപണികളും തേക്കിൻ തടിയിൽ അതിമനോഹരമായി തന്നെ തെളിഞ്ഞു നിൽക്കുന്നു. സാധാരണ മരത്തടിയിൽ നിന്ന് ലയ സൗന്ദര്യമുള്ളൊരു സ്ത്രീരൂപം കൊത്തിയെടുക്കുക എന്നത് ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തപസ്സാണ്. കലയെയും കലാകാരന്മാരെയും എന്നും നെഞ്ചിലേറ്റുന്ന മോഹൻലാൽ പ്രശാന്ത് സമ്മാനിച്ച ശില്പം ഏറ്റുവാങ്ങുമ്പോൾ അത്ഭുതവും സന്തോഷവും മറച്ചുവെച്ചില്ല. ശില്പത്തിലെ ഓരോ സൂക്ഷ്മ വിശദാംശങ്ങളും തൊട്ടറിഞ്ഞ താരം തടിയുടെ ഗുണനിലവാരത്തെയും കൊത്തുപണിയുടെ മനോഹാരിതയെയും എടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചു. ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് എന്ന മോഹൻലാലിന്റെ വാക്കുകൾ പ്രശാന്തിന്റെ കലാജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അംഗീകാരങ്ങളിൽ ഒന്നായി മാറി. സ്വന്തം കൈത്തൊഴിലിലെ മികവ് കൊണ്ട് സൂപ്പർ താരത്തിന്റെ മനസ്സ് കീഴടക്കിയ പ്രശാന്ത് ചെറുതാഴത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നാട്ടിലും അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ശില്പം നിർമ്മിക്കാനുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് എത്തിയത്? ആദ്യം ഞാൻ ലാലേട്ടന് ശ്രീ മോഹൻലാലിനൊരു ശില്പം കൊടുത്തിട്ടുണ്ടായിരുന്നു, വാരാഹി ശില്പം. വാരാഹി ദേവീൻ്റെ ഒരു ശില്പം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലാവിൽ. അപ്പോൾ അതവിടെ ലാലേട്ടൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയ ദിവസം ഞങ്ങളവിടെ ഇറങ്ങിയതിന് ശേഷം ലാലേട്ടൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്നു, ആ ശില്പം കാണുകയും ചെയ്തു. അപ്പോൾ ലാലേട്ടൻ അതിനെപ്പറ്റി ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ലാലേട്ടന് ഒരു അവാർഡ് കിട്ടി. ഫാൽക്കെ പുരസ്കാരം കിട്ടിയതിന് ശേഷം ഇദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ശില്പം ചെയ്യാൻ തീരുമാനിച്ചിട്ട്, ലാലേട്ടന് പൊതുവേ ഈ ശില്പങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, ദാരുശില്പങ്ങളൊക്കെ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഓർമ്മ വന്നു. അങ്ങനെ സനൽ സാറ്, അവിടെയുള്ള ഒരു സനൽ സാറുണ്ട്, അദ്ദേഹമായി ബന്ധപ്പെട്ട് എൻ്റെ നമ്പർ വാങ്ങി അങ്ങനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. ഒരു ലാലേട്ടന് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശില്പം. അപ്പോൾ അവർ പറഞ്ഞു തെയ്യം ചെയ്താലോ കണ്ണൂരുന്നതായതുകൊണ്ട്. ഞാൻ പറഞ്ഞു തെയ്യം എല്ലാവർക്കും നിന്ന് കിട്ടുന്നൊരു സാധനമല്ലേ, വാങ്ങിക്കാനും കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് ലാലേട്ടന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മോഹിനി ശില്പം ചെയ്യാം നമുക്ക്. മോഹിനിയാകുമ്പോൾ നല്ല സൗന്ദര്യമുള്ളൊരു ശില്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അവരെന്നെ സമ്മതിച്ചു.
അങ്ങനെയാണ് ഈ ശില്പം ചെയ്തത്. അങ്ങനെയാണ് മോഹിനി എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് വന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചിങ്ങം വന്നെത്തി. ഇനി പൊന്നോണത്തിനായുള്ള കാത്തിരിപ്പ്. ഒരു കാലത്ത് ഓണത്തിന് പൂക്കളം ഒരുക്കുമ്പോൾ അതിലെ പ്രധാനിയായിരുന്നു വെള്ളില. പൂക്കളത്തിൽ വെള്ളില വിരിയുമ്പോൾ അതിനൊപ്പം വിരിയുന്നത് പഴയ ഓണത്തിന്റെ നന്മയും നാടിന്റെ ഗന്ധവും ബാല്യത്തിന്റെ ഗൃഹാതുരതയുമാണ്. ഓണം പൂക്കളുടെ ഉത്സവമാണ്. പഴയ ഓണക്കാലത്തിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദര സസ്യമാണ് വെള്ളില. പച്ചിലകൾക്കിടയിൽ പട്ടുപോലെ തിളങ്ങുന്ന വെളുത്ത ഇലകളും അതിനടിയിൽ കമ്മലുകൾ പോലെ തൂങ്ങി നിൽക്കുന്ന ചെറിയ പൂക്കളുമാണ് വെള്ളിലയുടെ പ്രത്യേകത. യഥാർത്ഥത്തിൽ കണ്ണിൽപ്പെടുന്ന ആ വെളുത്ത ഭാഗങ്ങൾ ഇലകളല്ല. പൂവിൻ്റെ ചില ഭാഗങ്ങൾ രൂപാന്തരപ്പെട്ടുണ്ടാകുന്ന വെള്ള നിറത്തിലുള്ള സഹപത്രങ്ങളാണ്. ഈ പ്രത്യേകത തന്നെയാണ് വെള്ളിലയ്ക്ക് അതിൻ്റെ പേരും വ്യത്യസ്തമായ സൗന്ദര്യവും നൽകുന്നത്. പണ്ടുകാലത്ത് ഓണപ്പൂക്കളങ്ങളിലെ പ്രധാന ഇനങ്ങളിലൊന്നായിരുന്നു വെള്ളില. പൂക്കൾ തേടി കുട്ടികൾ പറമ്പുകളിലും കാവുകളിലും തൊടികളിലും അലഞ്ഞു നടന്നിരുന്ന കാലത്ത് വെള്ളിലയുടെ വെണ്മയും ചുവപ്പും മഞ്ഞയും കലർന്ന പൂക്കൾ ഓണക്കാല പ്രകൃതിക്ക് വേറിട്ട ഭംഗി നൽകിയിരുന്നു. ഓണത്തിൻ്റെ പൂക്കളിൽ മാത്രമല്ല, പഴയ മലയാളികളുടെ ദൈനംദിന ജീവിതത്തിലും വെള്ളിലയ്ക്ക് ഇടമുണ്ടായിരുന്നു. ഇലകൾ ഇടിച്ചു പിഴിഞ്ഞ് മുടി കഴുകാനുള്ള സ്വാഭാവിക താളിയായി ഉപയോഗിച്ചിരുന്ന പതിവുണ്ടായിരുന്നു. പരമ്പരാഗത ചികിത്സാരീതികളിലും വെള്ളിലയ്ക്ക് ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് രേഖകളുണ്ട്. ഇന്ന് നഗരവൽക്കരണത്തിൻ്റെയും പ്രകൃതിനാശത്തിൻ്റെയും കാലത്ത് നാട്ടുവഴികളിൽ വെള്ളിലയെ കാണുന്നത് പഴയതുപോലെ എളുപ്പമല്ല. എന്നാൽ ഓണം വരുമ്പോൾ പൂക്കളമൊരുക്കുന്ന ഓരോ കൈകളിലും നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുപച്ചപ്പിൻ്റെ ഓർമ്മ കൂടിയുണ്ടാകണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി പോലീസ് വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ സ്റ്റേഷന് മുന്നിലെ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. എരിപുരം മുട്ടം റോഡരികിൽ ഇറക്കത്തിന് സമീപമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് മാറ്റുവാൻ നടപടി വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട വാഹനങ്ങളും മണലോറികളുമാണ് റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാടായിക്കാവ് വടുകുന്ത ശിവക്ഷേത്രം, മാടായി കോളേജ്, മാടായി ITI തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ കാൽനടയായാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. ചെങ്കുത്തായ ഇറക്കത്തിൽ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് സമീപത്ത് തന്നെയാണ് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളും നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് മാറ്റാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ആ സൈഡ്, അപ്പർ സൈഡ്, ഇപ്പർ സൈഡ് കുറെ വാഹനങ്ങൾ പിടിച്ചിട്ടുണ്ട്. അത് ഒന്ന് സ്കൂൾ കുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ബൈക്ക് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മാടായിക്കാലേക്ക് വരുന്ന എത്രയോ ഭക്തജനങ്ങൾക്ക് വണ്ടിയും നടന്നു പോകാനും ബുദ്ധിമുട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് മാറ്റം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനപ്രകാരം പോലീസ് സ്റ്റേഷനിലെ അനധികൃത വാഹനങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്ന് നിരവധി വാഹനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ റോഡരികിലെ വാഹനങ്ങൾ മാറ്റാൻ നടപടിയില്ലാത്തതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായിപ്പാറയുടെ സൗന്ദര്യം നിറങ്ങളിലും വരകളിലും പകർത്തി ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ വൺ ആർട്ട് നേഷൻ സംഘടിപ്പിച്ച കാക്കപ്പൂ സീസൺ 2 ചിത്രകലാ ക്യാമ്പിന് സമാപനം. സമാപന ചടങ്ങ് ലളിതകലാ അക്കാദമി മുൻ ചെയർമാൻ എബി എൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി 200ഓളം കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രകൃതിയുടെ മനോഹാരിതയും മാടായിപ്പാറയുടെ വശ്യസൗന്ദര്യവും ഉത്തര കേരളത്തിന്റെ തനത് അനുഷ്ഠാന കലകളായ തെയ്യവും തിറയും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് കലാകാരന്മാരുടെ ക്യാൻവാസുകളിൽ നിറഞ്ഞത്. വ്യത്യസ്ത ശൈലികളിലും ഭാവങ്ങളിലും കലാകാരന്മാർ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചപ്പോൾ മാടായിപ്പാറയിലെ ഇക്കോ പാർക്ക് തന്നെ വലിയ ഒരു ഗ്യാലറിയായി മാറുകയായിരുന്നു. ക്യാമ്പിനോടനുബന്ധിച്ച് കേരള പോലീസും എക്സൈസ് വകുപ്പും ചേർന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനും ഈ രംഗത്തേക്ക് കടന്നുവരുന്ന പുതുതലമുറയിലെ കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമാണ് കാക്കപ്പൂ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ശില്പിയും പരിപാടിയുടെ സംഘാടകനുമായ KKR വെങ്ങര പറഞ്ഞു. ചിത്രകലാ ക്യാമ്പയിൻ്റെ സെക്കൻഡ് എഡിഷനാണ് ഇപ്പോൾ ഈ വർഷം നടക്കുന്നത്. 1 വർഷം മുമ്പ് ഇവിടെ 1ാം എഡിഷൻ നടന്നിരുന്നു.
അതിന് മുൻപ് ഇവിടെ ഒരു ചിത്രകല ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു, പരിഷത്തിൻ്റെ കേരളം. മടൈപ്പാറ ചിത്രകാരന്മാരുടെ ഒരു ഇഷ്ടസ്ഥലമാണ് അത്. ഇന്നലെ തുടങ്ങിയതിൽ പക്ഷേ കേരള ചിത്രകലാ പരിഷത്ത് 35 വർഷം മുമ്പ് ആദ്യത്തെ ക്യാമ്പ് നടത്തിയതും പട്ടുന്നതിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ക്യാമ്പിൽ കേരളത്തിൽ നിന്നും പുറത്തുനിന്നായിട്ട് ഒരുപാട് കലാകാരന്മാർ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം മദ്രാസിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഗോവയിൽ നിന്ന്, കർണാടകത്തിൻ്റെ ഒക്കെ ആയിട്ട് കേരളത്തിൽ 200ഓളം കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് ഈ ക്യാമ്പയിനിൽ. സമാപന ചടങ്ങ് ലളിതകല അക്കാദമി മുൻ ചെയർമാൻ എബി എൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ധനേഷ് മാമ്പ അധ്യക്ഷത വഹിച്ചു. പ്രദീപ് ഗായത്രി, സന്തോഷ് രാമൻ, കെ എം ശിവകൃഷ്ണൻ, ശ്രീജിത്ത് ബ്രഷ്മാൻ, സുധാകരൻ പുറയത്ത്, ഗോവിന്ദൻ കണ്ണപുരം, ബാലകൃഷ്ണൻ കതിരൂർ, സി വി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പയ്യന്നൂർ നഗരസഭ കൃഷിഭവനും ചേർന്ന് ചിങ്ങം 1 കർഷക ദിനം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും പയ്യന്നൂർ നഗരസഭാ കൃഷിഭവനും ചേർന്ന് ചിങ്ങം 1 കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. കണ്ടോത്ത് ശ്രീ കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലത്ത് കർഷകർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്നൊരു കാര്യമൊന്നുമില്ല. പക്ഷേ കർഷകന് കുറേ കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കൃഷിക്ക് കുറേ കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു വികസന കാഴ്ചപ്പാടാണ് എല്ലായിടത്തും കൊണ്ടുവരേണ്ടതെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ തവണ നമ്മൾ പ്രൊജക്റ്റ് തീരുമാനിക്കുന്ന സമയത്ത് ഏറ്റവും ഉയർന്ന മുൻഗണന കൊടുത്തിട്ടുള്ളത് കാർഷിക രംഗത്താണ്. ഒരു നഗരസഭയ്ക്ക് കിട്ടുന്ന പ്ലാൻ ഫണ്ടിൻ്റെ ഏതാണ്ട് പകുതിയോടടുത്ത് നാം മാറ്റിവെച്ചിട്ടുള്ളത് കൃഷി മേഖലയിലാണ്. ദിനാചരണത്തിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകരെയും കർഷക ഗ്രൂപ്പുകളെയും ആദരിച്ചു. കാർഷിക ക്വിസ്, കാർഷിക ഉപന്യാസ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് കൗൺസിലർമാർ, വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, നഗരസഭാ ജീവനക്കാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മൈക്രോ ഗ്രീൻ കൃഷിരീതികൾ എന്ന വിഷയത്തിൽ കാർഷിക ക്ലാസും നടന്നു. നീന TC ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഉദിനൂർ കൂലം ക്ഷേത്രമുറ്റത്ത് രാമവില്യം കഴകത്തിലെ വെളിച്ചപ്പാടനായ PP പത്മനാഭൻ വെളിച്ചപ്പാടനൊരുക്കിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഉദിനൂർ കൂലം ക്ഷേത്രമുറ്റത്ത് രാമവില്യം കഴകത്തിലെ വെളിച്ചപ്പാടനായ PP പത്മനാഭൻ വെളിച്ചപ്പാടനൊരുക്കിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദിനൂർ ക്ഷേത്രാങ്കണത്തിൽ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ആദ്യം കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളും അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ചിലപ്പോൾ നമ്മളൊരു മനോഹരമായ സ്വപ്നം പോലെയാണത് തോന്നിയത്. നമ്മുടെ ഈ സ്ഥലത്ത് ഇതുപോലെ ഒരു പുഷ്പകൃഷി സാധ്യമാണെന്നും ഇതുപോലെ മനോഹരമായിട്ടൊരു ദൃശ്യചാരുതയൊരുക്കാൻ നമുക്ക് ഈ നാട്ടിൽ സാധിക്കുമെന്നും അത് മനസ്സിലായപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി. എനിക്ക് തോന്നുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടുത്ത ദിവസങ്ങൾ വന്നിട്ടുള്ള ഇതിൻ്റെ റീലുകൾ എനിക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അയച്ചു തന്നു. തൃക്കരിപ്പൂരിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലുമൊക്കെ ഇത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം ഇത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കൂടി മാറി. ആളുകൾ വരുന്നു, അവരുടെ ഫോട്ടോഷൂട്ട് നടത്താനുള്ള സ്ഥലമാക്കി ഇതിനെ മാറ്റി. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടിന് വലിയൊരു സാധ്യത കൂടിയാണ് അത് തുറന്നിട്ട് കൊടുത്തത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P കൈരളി, PK പുഷ്പ, കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, താജുദ്ദീൻ PK, ക്ഷേത്രം ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കുഞ്ഞിമംഗലം കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനവും കർഷകരെ ആദരിക്കുകയും ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കുഞ്ഞിമംഗലം കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണം സംഘടിപ്പിച്ചു.
കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ഹാളിലാണ് പരിപാടി നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് നിർവഹിച്ചു. പ്രിയപ്പെട്ടവരെ, ബഹുമാന പുരസ്സരം ഞാൻ നിങ്ങളെ തൊഴുകയാണ്. വെറുതെ വാക്കിലല്ല, അതിന് കാക്കുന്ന സൈനികനും കതിര് കാക്കുന്ന കർഷകനുമാണ് ഈ നാടിൻ്റെ എല്ലാമെല്ലാം. നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണ്. 60, 65, 70% വരുമാനം നമ്മുടെ രാജ്യത്തിൻ്റെ കൃഷിയിലൂടെയാണ്. കേരളത്തിൻ്റെയോ കൃഷി ഓഫീസ് എത്രയാ? 77% വരുമാനം കൃഷിയിലൂടെയാണ്. ഇവിടെ കാർഷിക മേഖലയിൽ ആളില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരുപാട്. അതുകൊണ്ട് കൃഷി മോശമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിതമില്ല. തുടർന്ന് കർഷകരെ ആദരിക്കുകയും ചെയ്തു. കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കും അധ്വാനത്തിനും ആദരവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകരെ ആദരിച്ചു. കർഷകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം കാർഷിക മേഖലയുടെ പുരോഗതിക്കായി നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും പരിപാടിയിൽ പങ്കുവച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷത വഹിച്ചു. P. വിജയലക്ഷ്മി ടീച്ചർ, വിജയൻ അടുക്കാടൻ, ദീപു MV, സതീശൻ K, അമിത സിസിൽ, പ്രീതി P, രവീന്ദ്രൻ M, ജയശ്രീ PP, U ഭാസ്കരൻ, KV വാസു, സുരേഷ് ബാബു K, MKP മുസ്തഫ, ശ്രീജിത്ത് M, ഗോവിന്ദൻ P, മോഹനൻ കുഞ്ഞിമംഗലം, ബിന്ദു TV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇലക്ട്രിക് വെഹിക്കിൾ ഷോറൂമായ ഇ മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം പയ്യന്നൂർ കൊക്കാനിശ്ശേരി മടത്തുംപടി ക്ഷേത്രം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിൽ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ ഷോറൂമായ ഇ മോട്ടോഴ്സിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കൊക്കാനിശ്ശേരി മടത്തുംപടി ക്ഷേത്രം ജംഗ്ഷന് സമീപമാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ MD VV മനോജ് കുമാർ, നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ K സജീവ് കുമാർ, നഗരസഭാ കൌൺസിലർമാരായ രജിത, VKP ഇസ്മയിൽ, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഹരിതഭാവിക്കായുള്ള പുതിയ ചുവടുവയ്പുമായി ആരംഭിച്ച ഇ മോട്ടോഴ്സ് ഷോറൂമിൽ കുറഞ്ഞ ചിലവിൽ ഉയർന്ന പ്രകടനക്ഷമതയുള്ള ഇലക്ട്രിക് വാഹനങ്ങളും അത്യാധുനിക ബാറ്ററി സാങ്കേതിക വിദ്യയും ലഭ്യമാണ്. പരിസ്ഥിതി സൗഹൃദ യാത്രകൾക്കൊപ്പം മികച്ച സേവനവും അനുഭവവുമാണ് ഷോറൂം വാഗ്ദാനം ചെയ്യുന്നത്. ഇ മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 8547776601 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആയുർദർശൻ വെൽനസ് സെന്റർ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ലോഞ്ചിങ്ങും നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ സന്തോഷ് മണ്ടൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ പ്രകൃതിദത്തമായ രീതിയിൽ ശാരീരിക മാനസികാരോഗ്യ സംരക്ഷണത്തിനായി ആയുർദർശൻ വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. കാറമേൽ പാടിപ്പുഴയോരത്തായി വയലേലകളുടെയും വൃക്ഷലതാദികളുടെയും സമൃദ്ധിയിൽ ആയുർവേദ, നാച്ചുറോപ്പതി, യോഗ ചികിത്സാരീതികൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ആയുർദർശൻ വെൽനസ് സെന്റർ പ്രവർത്തന സജ്ജമാകുന്നത്. ഇതിന്റെ മുന്നോടിയായി ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ലോഞ്ചിങ്ങും പ്രശസ്ത സിനിമാ സംവിധായകൻ സന്തോഷ് മണ്ടൂർ നിർവഹിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് P. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി P. മുരളീധരൻ സ്വാഗതവും PRO സുധേഷ് പൊതുവാൾ നന്ദിയും പറഞ്ഞു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ദർശൻ ദാസ് P. പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ PM ബാലകൃഷ്ണൻ, KP രാജേന്ദ്രൻ, CV രാജഗോപാലൻ, PP കൃഷ്ണൻ, KV ശ്രീനിവാസൻ, KT ഹരീഷ്, C. വേണുഗോപാൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആയുർവേദ ചികിത്സകൾ, സുഖചികിത്സാ സൗകര്യങ്ങൾ, മഡ് തെറാപ്പി, ഹൈഡ്രോതെറാപ്പി ഉൾപ്പെടെയുള്ള നാച്ചുറോപ്പതി സേവനങ്ങൾ, ദിനചര്യയുടെ ഭാഗമായുള്ള യോഗ, മെഡിറ്റേഷൻ ക്ലാസുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ആയുർവേദ കൺസൾട്ടേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യ ചികിത്സാ രംഗത്ത്
കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെ കാലമായി സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിവരുന്ന PMEC ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലം കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പ്രവർത്തന മേഖലയാക്കിക്കൊണ്ടാണ് PMEC ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വന്നത്. ട്രസ്റ്റിൻ്റെ കീഴിൽ നല്ല നിലയിൽ നടത്തി വരുന്ന ഒരു ജനറൽ ആശുപത്രി ദീപ നഴ്സിംഗ് ഹോം പ്രവർത്തിച്ചു വരുന്നു. കണ്ണൂർ ജില്ലയിലാണ് ട്രസ്റ്റ് രൂപീകൃതമായതെങ്കിലും കാസർഗോഡിൻ്റെ പിന്നാക്കാവസ്ഥ കൂടി കണക്കിലെടുത്താണ് ആദ്യകാലത്ത് PMEC ട്രസ്റ്റിൻ്റെ പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ പയ്യന്നൂരിൻ്റെ പ്രാന്തപ്രദേശത്ത് പാടി എന്ന അതിമനോഹരമായ ഒരു പ്രദേശത്ത് ഒരു ആയുർവേദ, നാച്ചുറോപ്പതി, യോഗ ചികിത്സകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാഘോഷവും കർഷക ആദരവ് ചടങ്ങും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാഘോഷവും കർഷക ആദരവ് ചടങ്ങും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രത്നവല്ലി സി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. രാവിലെ 10 മണിയോടെ ജീവനക്കാരുടെ തിരുവാതിരയും അരങ്ങേറി. ചടങ്ങിൽ MV രവി, KKV ലക്ഷ്മണൻ, KV ലേഖ, അബ്ദുൽ ഗഫൂർ, ഭാനുമതി K, രാകേഷ് PK, MB രാജീവൻ, K പ്രമോദ്, K ശശിധരൻ, AV രവീന്ദ്രൻ, മനോജ് കുമാർ VV, കരുണാകരൻ KV, നിതിൻ NE തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീലാത്തറ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത കരിവള്ളൂർ ബസാർ റൂറൽ ബാങ്ക് ശാഖയ്ക്ക് സമീപം ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ C അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത 2026 ആരംഭിച്ചു. കരിവള്ളൂർ ബസാർ റൂറൽ ബാങ്ക് ശാഖയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ C അജിത് കുമാർ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഓണച്ചന്ത ഇന്നിവിടെ ആരംഭിക്കും. നമ്മുടെ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡുമായി ചേർന്ന് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ പല സ്ഥലങ്ങളിലും ഇന്നലെ മുതൽ ആരംഭിച്ചു, ബാക്കി സ്ഥലങ്ങളിൽ ഇന്ന് മുതൽ ആരംഭിച്ചു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി ബാങ്ക് മുന്നിട്ടിറങ്ങുന്നത്. ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി K ദിനേശൻ, 16ാം വാർഡ് മെമ്പർ K ശോഭ, ബാങ്ക് ഡയറക്ടർ PP ഭരതൻ, കരിവള്ളൂർ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി MV തങ്കമണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. കരിവള്ളൂർ സർവീസ് ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്ത് കർഷകർക്കുള്ള ആദരം സമർപ്പിച്ചു. ഈ നാട് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. എന്തുകൊണ്ടാണ് കാർഷിക മേഖല വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് മാറുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. എന്നാൽ പുതിയ കാലത്ത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല അതിൻ്റെ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് മാറ്റുന്നതിന് പകരം അതിനെ ഒരു രണ്ടാം തരത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത വലിയ നിലക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ഈ കർഷക ദിനം ആചരിക്കുന്നത്.
ചടങ്ങിൽ വെച്ച് 2025-26 വർഷത്തെ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസർ അവാർഡ് നേടിയ AN അനുഷയെ പ്രത്യേകമായി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനുഷ AN, കൃഷി അസിസ്റ്റന്റ് ശൈലജ T, ജനപ്രതിനിധികൾ, സഹകരണ ബാങ്ക് ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ex-BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിലാത്തറ പെരിയാട്ട് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന ഉപദേഷ്ടാവ് AK രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ex-BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ സ്വന്തമായി പിലാത്തറ പെരിയാട്ട് നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന ഉപദേഷ്ടാവ് AK രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തെ തുടർന്ന് ഓഫീസ് പുനർനിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെ ആദരിച്ചു. AK രാമൻ, OG നമ്പ്യാർ, V ശിവദാസൻ, M അശോകൻ, V നാരായണൻ, EC ജോസഫ്, MB ജനാർദ്ദനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് V ശിവദാസൻ, സെക്രട്ടറി M അശോകൻ, അസോസിയേഷൻ ജില്ലാ ഉപദേഷ്ടാവ് OG നമ്പ്യാർ, ട്രഷറർ C മനോഹരൻ എന്നിവരുടെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും മറ്റ് മെമ്പർമാരുടെയും സാന്നിധ്യത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാചരണ പരിപാടി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. 11 വയസ്സുകാരൻ തലക്കാട്ടെ മാസ്റ്റർ അഭിരാം എന്ന കുട്ടി കർഷകൻ മുതൽ കാരിയിലെ 78 വയസ്സുള്ള മുതിർന്ന കർഷക തലക്കാട്ട് ജാനകി വരെയുള്ള 8 തിരഞ്ഞെടുത്ത കർഷകരാണ് കർഷക ദിനത്തിൽ ആദരിക്കപ്പെട്ടത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക ദിനാചരണ പരിപാടി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് മാസത്തിൽ ചിങ്ങം കയറിയെടുത്താൽ കാണുന്നത്. കർക്കിടകത്തിന്റെ മഞ്ഞമാസം കഴിഞ്ഞ് കാർമേഘങ്ങൾ അകന്ന് നല്ല കാലാവസ്ഥയിൽ പൂക്കളമൊക്കെ ഇട്ട് മാവേലിയെ വരവേൽക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സുദിനം. ഒരുപക്ഷെ ഇന്ന് കാലത്തിന്റെ കടന്നുപോക്കിൽ കുത്തൊഴുക്കിൽ ഇതൊക്കെ ഗൃഹാതുരമായിട്ടൊരു ഓർമ്മകളായിട്ട് മാത്രം മാറുകയാണ്. ഇതൊക്കെ ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എന്ത് വയസ്സെന്ന് പറയുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ CV ശുഭ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ നിമ്യ മോഹൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ C ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജു, ചെറുവത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P മിനിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ TK പ്രതീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ M രാമചന്ദ്രൻ, P ശശിധരൻ, PV റീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AP മുഹമ്മദ് അലി, പഞ്ചായത്ത് അംഗം MV ഷിജു, പഞ്ചായത്ത് സെക്രട്ടറി GS അരുണിമ, ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ EP കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. കർഷക ദിനാചരണ ഭാഗമായി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളും മുത്തുക്കുടകളുമായി ആദരിക്കപ്പെടുന്ന കർഷകരെ ആനയിച്ച് ടൗൺ ചുറ്റി നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ തേരു ആൽത്തറ ബ്രദേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം സമാപിച്ചു. 26-ാം വാർഡ് കൗൺസിലർ സുമ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ തെരു ആൽത്തറ ബ്രദേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം സമാപിച്ചു. കണ്ടോത്തിടം ശ്രീ സോമേശ്വരി ഭഗവതി ക്ഷേത്രകുളത്തിൽ വെച്ചാണ് നീന്തൽ പരിശീലനം നടത്തിയത്. നീന്തൽ പരിശീലനത്തിന് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരൻ KV നേതൃത്വം നൽകി. 12 ദിവസങ്ങളിലായി നടന്ന നീന്തൽ പരിശീലനത്തിൽ 30ഓളം കുട്ടികൾ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ സുമ നീന്തൽ പരിശീലനത്തിന്റെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പരിശീലകനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ക്ലബ്ബ് പ്രവർത്തകർ പരിശീലകനെയും സ്പോർട്സ് ഡയറക്ടർ പയ്യന്നൂരിന്റെ സഹജിനെയും അനുമോദിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് അതുൽ ദേവ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പരിശീലനം നേടിയ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും സമാപന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. കുറ്റൂർ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനവും കർഷകരെ ആദരിക്കുകയും ചെയ്തു. ആശയങ്ങളും പ്രതീക്ഷയിൽ അവലംബിക്കാറുണ്ട്. ഈ രീതിയിൽ 1000ഓളം വാഴകൾ അടുത്തെത്തി 2 മുതൽ 3 മണിക്കൂർ ചെലവഴിടത്തിൽ തെങ്ങ്, കമുക്, കുരുമുളക്, റബ്ബർ എന്നിവയിൽ 35 ലിറ്റർ പാൽ ക്ഷീര സൊസൈറ്റിയിൽ കൊടുക്കുന്നു. ഇന്നത്തെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെ കൃഷി ചെയ്തു വരുന്നുണ്ട്.
കൂടാതെ തെങ്ങ്, 100-ൽ കൂടുതൽ കശുമാവ്, റബ്ബർ, വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ എന്നിവയൊക്കെ കൃഷി ചെയ്തു വരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഏത് പ്രതിസന്ധി വന്നാലും ഏതെല്ലാം നിലയ്ക്ക് നമ്മൾ പ്രയാസങ്ങൾ വന്നാലും ഈ നാടിനെ തീറ്റിപ്പോറ്റുന്നത് കർഷകരാണ്. ഒരുപാട് പ്രയാസങ്ങൾ അവിടെ പറഞ്ഞു, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ബ്ലോക്കിൽ തന്നെ ചെറുപുഴ പഞ്ചായത്തിൽ ഇപ്പം ഉരുളപൊട്ടി പ്രകൃതിക്ഷോഭം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. 15ഓളം ഉരുള പൊട്ടി. അവിടെ ഒരു മനുഷ്യന്റെ 15 ഏക്കർ സ്ഥലത്തിൽ 10 ഏക്കർ സ്ഥലം ഒഴുകിപ്പോയി. 10 ഏക്കർ സ്ഥലം ഒഴുകിപ്പോയി. 15 വെറുതെ ഒരു വാർഡിലാണ് 15 ഉരുളുകൾ പൊട്ടിയത്. പ്രകൃതിക്ഷോഭം, അതുപോലെ തന്നെ വന്യമൃഗശല്യം, വിവിധങ്ങളായ കാര്യങ്ങൾ, ഇതെല്ലാം കൃഷിക്കാരെ ബാധിക്കുന്ന ഗുരുതരമായ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളുണ്ടെങ്കിലും കൃഷി അവസാനിപ്പിച്ചാൽ ഇവിടെ മനുഷ്യൻ നിലനിൽപ്പില്ല. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത കെ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ രേഷ്മ പി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗംഗാധരൻ ഉപഹാര സമർപ്പണം നടത്തി. പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി കെ പദ്ധതി വിശദീകരണം നടത്തി. ബിന്ദു കെ, ബാബുരാജ് MP, ഷൈമ എ.വി, അജിത് കുമാർ അനിക്കം, TR രാമചന്ദ്രൻ, ടി തമ്പാൻ മാസ്റ്റർ, പി ബാലകൃഷ്ണൻ, ശ്രീനിവാസൻ NV, TP മഹമ്മൂദ് ഹാജി, PV ഗോപി, രാമചന്ദ്രൻ പെരുവാമ്പ, M രാധാകൃഷ്ണൻ മാസ്റ്റർ, ജോസ് മറ്റത്തിൽ, ടി പ്രകാശ് മാത്യു, ജോസ് മാത്യു, തോമസ് കാടഞ്ചിറ, സതീശൻ TP എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കാങ്കോലാലപ്പടമ്പ് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യപ്പെടുന്ന ചടങ്ങുകളാണ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചത്. കൃഷിക്കാരെ സംബന്ധിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ പ്രശ്നങ്ങളും അവലാദികളും എല്ലാം വർദ്ധിച്ചു വരികയാണ്. അന്നം മുട്ടുന്നവരാണ് നമ്മുടെ കർഷകർ. പക്ഷെ ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാതെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ്. മണ്ണിൽ പണിയെടുത്ത് കൊല്ലുവിളയിക്കുന്ന കർഷകർ അവർ വിളയിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില കിട്ടാത്ത പ്രശ്നങ്ങൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസൂയ പി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ, P ശശിധരൻ, KP കണ്ണൻ, വാർഡ് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പെരളം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. പെരളം NSS മന്ദിരത്തിൽ നടന്ന പരിപാടി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. പെരളം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. പെരളം NSS മന്ദിരത്തിൽ നടന്ന ചടങ്ങ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു. K രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. LSS USS നേടിയ കുട്ടികളെയും SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും +2-ന് 90% മുകളിൽ മാർക്ക് നേടി വിജയം കൈവരിച്ചവരെയുമാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത്. M ദാമോദരൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. PV ഉണ്ണികൃഷ്ണൻ, PV ചന്ദ്രബാബു, RK ദാമോദരൻ, TV തമ്പായി ടീച്ചർ, രാജൻ പെരിങ്ങേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.